ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷൈനിങ് എന്ന കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമയിലെ എപ്പിസോഡ് 6 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് വളരെ ടയേർഡായി മദ്യപിച്ച് കിടക്കുന്ന തേസോ യൂണിനെ സ്വപ്നം കാണുന്നു. അങ്ങനെ അവൻ ഫ്രഷ് ആവാനായി എഴുന്നേറ്റ് വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വെളുപ്പിനെ തന്നെ യൂൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് താമസിക്കാൻ ഒരു വീട് അറേഞ്ച് ആയി എന്ന് അവൾ പറയുകയും പിന്നീട് തേസോ അവളുടെ ലഗേജ് എല്ലാം എടുത്ത് താഴേക്ക് വരുന്നുണ്ട്. നീ ഇന്നലെ വീട്ടിൽ എപ്പോഴാണ് എത്തിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ 6 മണിക്കെത്തി, നീ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന് തേസോ ചോദിക്കുന്നത് കേട്ട് ഞാനിനി ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ജോലി കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന് അവൾ അവനോട് പറയുന്നു. അങ്ങനെ അവൻ കൈ പിടിച്ച് അവളെ യാത്രയാക്കുന്നു. അങ്ങനെ വളരെ എക്സൈറ്റ്മെന്റിൽ പിറ്റേന്ന് ജോലി കഴിഞ്ഞ് തേസോ യൂണിനായി കാത്തു നിൽക്കുകയും പിന്നീട് അവർ രണ്ടാളും കൂടി അടുത്തുള്ളൊരു പിക്നിക് സ്പോട്ടിലേക്ക് പോകുകയും കാഴ്ചകളൊക്കെ കണ്ടവർ അങ്ങനെ നടന്നു. പിറ്റേന്ന് ഗസ്റ്റ് ഹൗസിൽ ലോണ്ടറി സർവീസുകാർ 1 മാസമായി വരാത്തത് കൊണ്ട് തന്നെ അതെല്ലാം എടുത്ത് ലോണ്ടറി ഡ്രൈയിങ്ങിനായി യൂൺ പോകുന്നുണ്ട്. ജോലി കഴിഞ്ഞ് നമുക്ക് കാണാമോ എന്നുള്ള തേസോയുടെ മെസ്സേജ് കണ്ട് ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് കാണാമെന്നും നീ കാണുന്ന സിയോൾ എനിക്കും കാണണമെന്ന് അവൾ മെസ്സേജ് അയക്കുന്നത് പ്രകാരം അവർ അങ്ങനെ വീണ്ടും മീറ്റ് ചെയ്യുന്നു. നീ അന്നത്തെ റൂം നമ്പർ 601 തന്നെയാണോ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നതെന്നുള്ള അവന്റെ ചോദ്യത്തിന് അതേയെന്നും അവർക്ക് അന്ന് നടന്നതിൽ കുറ്റബോധം തോന്നി. അവരിപ്പോൾ നാട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പഴയ മാനേജറുടെ വീട്ടിലേക്ക് താമസം മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ പാർട്ടിക്ക് നിങ്ങളും വരണമെന്ന് അവൾ പറയുമ്പോൾ ഓക്കെ ഞാൻ വരാമെന്ന് അവനും മറുപടി നൽകുന്നു. അങ്ങനെ അവൻ എന്നും പോകാറുള്ള വഴികളിലൂടെയെല്ലാം അവൻ അവളെ കൊണ്ടുപോകുന്നു. പിന്നീട് സ്റ്റഡി സെന്ററിൽ ഇരിക്കുമ്പോഴാണ് തേസോയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. യൂണും ഫ്രണ്ടും അങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ എപ്പോഴും ഒറ്റയ്ക്കാണ് കാണാറുള്ളത് തേസോ, ഒരിക്കൽ പോലും നിനക്കൊരു ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് യൂൺ പറയുന്നു. നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാമോ, എന്നെപ്പറ്റി എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് യൂൺ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാണ്, നിങ്ങളാണോ ഇവൻ ഇടയ്ക്ക് റിലേഷനിലുണ്ടായിരുന്ന ഓൾഡ് ലേഡി എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായി അവൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് കുറച്ച് നാളത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് ഫ്രണ്ട് പറയുന്നു. തേസോയ്ക്ക് പണ്ട് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചത് ബോയ്സ് സ്കൂളിലായിരുന്നു എന്ന് ഫ്രണ്ട് പറയുന്നത് കേട്ട് പക്ഷെ ഞാനിവൻ്റെ ബാഗിൽ നിന്നും കുറേ പെൺകുട്ടികളുടെ നെയിം കാർഡ് കിട്ടിയത് ഓർക്കുന്നുണ്ടല്ലോ എന്ന് യൂൺ പറയുമ്പോൾ അത് സ്റ്റഡി സെന്ററിലെ കുട്ടികൾ ഇട്ടതാകണമെന്ന് ഫ്രണ്ടും പറയുന്നു. പെട്ടെന്നാണ് ഹുഡിയിട്ട ഒരു പെൺകുട്ടി റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ഓർഡർ എടുത്ത് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നത് കണ്ടത്. അത് കണ്ട ഫ്രണ്ട് റെസ്റ്റോറൻറ്റിലെ ലേഡിയോട് ഇതാ അസോൾ അല്ലേ, ഇങ്ങനെ പുറത്തെ ഓർഡർ എടുക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എന്ന് അവൻ ആ ലേഡിയോട് ചോദിക്കുന്നു. പുറത്തിറങ്ങിയ അസോൾ ജനാലയിലൂടെ യൂണിനെ ഒന്ന് നോക്കുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് യൂണും തേസോയും സ്റ്റഡി സെന്ററിൽ ബാൽക്കണിയിൽ അങ്ങനെ കാഴ്ചകൾ കണ്ട് സംസാരിക്കുന്നു. മദ്യപിച്ചിരുന്നപ്പോൾ ഗസ്റ്റ് ഹൗസിനെ പറ്റി പറഞ്ഞ കാര്യം തേസോ യൂണിനോട് ചോദിക്കുമ്പോൾ ഞാൻ റെസിഡൻസ് ഹാളിലാണ് താമസിച്ചിരുന്നത്, എനിക്ക് പ്രോപ്പറായി ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് ഗസ്റ്റ് ഹൗസ് ആക്കാൻ തീരുമാനിച്ചെങ്കിലും ഞാൻ കോൺട്രാക്റ്റിൽ അത് മാറ്റി ചെയ്തിരുന്നില്ല. അന്നേരം അവർ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഗസ്റ്റ് ഹൗസ് പച്ചപിടിച്ചപ്പോൾ അവർ അവിടെ നിന്നും എന്നെ പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ സിയോളിൽ എത്തിയതും വീണ്ടും നിന്നെ കണ്ടതെന്നും അവൾ പറയുന്നു. പിന്നീട് ഫ്രണ്ട് പറഞ്ഞ ആ ഓൾഡ് ഗേളിന്റെ കാര്യം തേസോയോട് യൂൺ ചോദിക്കുമ്പോൾ ഞങ്ങൾ 1 വർഷമായി പരിചയക്കാരായിരുന്നു, പക്ഷേ കഷ്ടിച്ച് 1 മാസമേ ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും നീ നിന്റെ എക്സുമായി എത്ര നാൾ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും അവൻ യൂണിനോട് ചോദിക്കുമ്പോൾ എനിക്ക് വർഷങ്ങളായി അയാളെ അറിയാം, പക്ഷെ ഞങ്ങൾ വെറും 3 മാസമേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യൂൺ പറയുന്നു. നമ്മൾ ബ്രേക്കപ്പായി 10 വർഷത്തിന് ശേഷമാണല്ലേ ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ എന്ന് അവൻ പറയുമ്പോൾ അതിന് നമ്മൾ ബ്രേക്കപ്പ് ആയില്ലല്ലോ, നേരിട്ട് കണ്ട് പറയാതെ അതെങ്ങനെ ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് ആകും, നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ക്ലോഷർ അല്ലായിരുന്നു വേണ്ടതെന്നും നമ്മൾ അവസാനം സംസാരിച്ച ജൂലൈ മുതൽ 6 മാസം ഞാൻ എന്നോട് തന്നെ ആ ചോദ്യം ചോദിക്കുകയായിരുന്നു, നിനക്കതെങ്ങനെയായിരുന്നു എന്ന് യൂൺ ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പക്ഷേ രസകരമായ കാര്യം എന്തെന്നാൽ ഞാൻ 10 വർഷത്തിന് മുന്നേ നിന്നെ എങ്ങനെ കണ്ടിരുന്നുവോ അതേ ഫീലിങ്സ് തന്നെയാണ് എനിക്കിപ്പോഴും നിന്നോടുള്ളത്. അതെങ്ങനെ പോസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല എന്ന് അവൻ പറയുന്നത് കേട്ട് നിന്നെ കണ്ടതിൻ്റെ അന്നു മുതൽ എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണെന്ന് അവൾ പറയുന്നു. എങ്കിൽ നമുക്ക്
പഴയതുപോലെ ആയിക്കൂടെ എന്ന് തേസോ ചോദിക്കുമ്പോൾ അവൾ അതിന് നന്ദി പറയുന്നു. പിന്നീട് അവർ രണ്ടാളും കൈകോർത്ത് തിരികെ നടന്നു പോകുന്നുണ്ട്. പിറ്റേന്ന് ജോലി ചെയ്തിരിക്കുന്ന നേരം യൂണിനെ ഗസ്റ്റ് ഹൗസിലുള്ള എന്തൊക്കെ സാധനം നിനക്ക് വേണം, മറ്റേതൊക്കെ ഞാൻ കളയാൻ പോവുകയാണെന്നും ഉള്ള ജെയിംസിന്റെ മെസ്സേജ് വരുന്നു. ഞാൻ പറയുന്ന ചില സാധനങ്ങൾ ഗ്രാമത്തിലേക്ക് അയച്ചാൽ മതി, ബാക്കിയെല്ലാം കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് കൊടുക്കാൻ അവൾ പറയുന്നു. അന്നേരമാണ് നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്താലോ എന്നുള്ള തേസോയുടെ മെസ്സേജ് അവൾ കാണുന്നത്. തൻ്റെ ബോസ് വൈകുന്നേരം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല എന്നും അവൾ തിരിച്ച് റിപ്ലൈ നൽകുന്നു. പിന്നീട് ബോസിനെ കാണുമ്പോൾ അവൾ ലോണ്ടറി സർവീസിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അയാൾ അതത്ര കാര്യമാക്കുന്നില്ല. പോരാത്തതിന് ഇനി 2 ആഴ്ച അവിടെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആക്കുകയാണെന്നും അയാൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിന് ഈ ജോലി അങ്ങോട്ട് സെറ്റാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അവൾ ടയേർഡായി അവളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ തേസോ അവൾക്കായി കാത്തു നിൽക്കുന്നത്. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം നിൽക്കുന്നുണ്ട്. ശേഷം തേസോയുടെ വീട്ടിൽ ഒരു ദിവസം തേസോ ഫ്രെയിമിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു തടിക്കഷ്ണം എടുത്ത് യൂൺ എന്തോ ഒന്ന് എഴുതുന്നു. അങ്ങനെ എഴുതുന്നേരം നീ സിയോളിൽ സെറ്റിൽഡ് ആകാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അതേ എന്നും എൻ്റെ ഈ സിയോളിലെ ജീവിതത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കാരണം ഹോസോ ഗ്രാമത്തിനുള്ളിലാണ് അവൻ്റെ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടുന്നത്. അവർക്ക് എപ്പോൾ ആവശ്യം വന്നാലും ഞാൻ അവർക്കരികിൽ ഉണ്ടായേ മതിയാകൂ. എത്ര നാൾ ഇവിടെ കാണുമെന്നുള്ളത് എൻ്റെ കയ്യിലല്ല എന്നും അവൻ പറയുന്നത് കേട്ട് നീ കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലേ എന്ന് യൂൺ ചോദിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ട് എന്നവൻ പറയുമ്പോൾ അത് കേട്ട് യൂൺ എനിക്കതിനെപ്പറ്റി ഓർക്കാൻ തന്നെ ധൈര്യമില്ല. നീ അപ്പോൾ ഗ്രാമത്തിലോ അല്ലെങ്കിൽ സിയോളിലോ ആയിരിക്കും ജീവിക്കുകയല്ലേ. നമ്മൾ എവിടെ ജീവിക്കണമെന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നീ എവിടെയാണെങ്കിലും ഞാനും നിന്റെ കൂടെ കാണും. കാരണം നീ ജീവിക്കുന്ന സ്ഥലം എനിക്ക് എപ്പോഴും റിയൽ ആണെന്നും യൂൺ അവനോട് പറയുന്നു. ശേഷം നീ എന്നാണ് നിന്റെ ബർത്ത്ഡേ ഒറ്റയ്ക്ക് അവസാനമായി ആഘോഷിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതെന്താ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത് എന്ന് അവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ വേറെയൊന്നും കൊണ്ടല്ല, എൻ്റെ ബർത്ത്ഡേ ജൂലൈ 26-നാണ്. അന്ന് നീ ട്രാൻസ്ഫറായി വരുന്നതിന് മുന്നേ ആയിരുന്നു. നവംബർ 9 നിന്റെ പിറന്നാള്. പക്ഷെ അന്നത് നീ എന്നോട് പറഞ്ഞിരുന്നുമില്ല. നമുക്കങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയാൻ അവൾ പറയുമ്പോൾ അത് ഞാൻ 2016 ആർമിയിലുണ്ടായിരുന്ന സമയത്താണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അത് മാറ്റി കഴിഞ്ഞ വർഷമാണെന്ന് പറയുന്നു. അങ്ങനെ ആ തടിക്കഷ്ണത്തിൽ അവൾ ബർത്ത്ഡേ വിഷ് എഴുതി അവന് കൊടുക്കുന്നുണ്ട്. അവൻ അവളോട് ഇനി ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ പറയുമ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അന്നേരമാണ് ഹോസോ വിളിക്കുകയും അടുത്ത ആഴ്ചയാണ് മുത്തശ്ശിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, ഒന്ന് മുത്തശ്ശിയെ വിളിച്ച് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ച് ചേട്ടന് ഹോസ്പിറ്റലിൽ വരാൻ കഴിയില്ല, എന്നെയും കൂട്ടി പോകാനൊക്കെയായി ഒന്ന് വിളിച്ചുകൂടെ എന്ന് ഹോസോ പറയുമ്പോൾ ഞാൻ രാവിലെ തന്നെ വിളിക്കാമെന്ന് അവന് വാക്കു നൽകുന്നു. പിറ്റേന്ന് മുത്തശ്ശി ഹോസോയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന നേരം തേസോ വന്നിരുന്നുവെങ്കിൽ കിംജി കൊടുത്തു വിടാമായിരുന്നു എന്ന് പറയുന്നു. അടുത്തുള്ള കാർപ്പൻ്റർ സിയോളിലേക്ക് പോകും വഴി തേസോയ്ക്ക് കൊടുക്കാനായി കുറേ തടിപ്പലകകൾ വണ്ടിയിൽ കെട്ടുവെക്കുന്നതിനിടയ്ക്ക് ഹോസോ അയാൾക്കരികിലെത്തുകയും ഇതെല്ലാം തേസോയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, മറ്റ് ക്ലയൻസിനുള്ളതും ഉണ്ട് എന്നയാൾ പറയുന്നത് കേട്ട് ഞാനുമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശി നൽകിയ കിംജിയുമായി അയാൾക്കൊപ്പം അവൻ പോകുന്നു. വണ്ടിയിൽ പോകുമ്പോൾ ഹോസോയുടെ കാല് വേദനിക്കുന്നുണ്ട്. പിറ്റേന്ന് അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ അന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കി അതിൽ നിന്നും ആമി പാക്ക് എന്നൊരാൾ ഗസ്റ്റായി ഉണ്ടെന്ന് നോക്കുകയും ശരിക്കും പറഞ്ഞാൽ ആ ഗസ്റ്റ് ആമി പാക്ക് എന്ന ഇംഗ്ലീഷ് നെയിമുള്ള സോഹ്യുൻ ആയിരുന്നു. അവരവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യൂൺ അവരെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അങ്ങനെ ഹോസോ ആ കാർപ്പൻ്ററിന് ഒപ്പം തേസോയുടെ വീട്ടിലെത്തുന്നു. അവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ട് തേസോ നൂഡിൽസൊക്കെ കഴിച്ച് ഹെൽത്തൊന്നും ഒട്ടും ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതിൽ അവനിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കേട്ടാൽ നിങ്ങളാണ് ചേട്ടനെന്ന് തോന്നും. ഞാൻ എൻ്റെ ക്ലയൻസിന് ഇതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് തിരികെ വരുമ്പോൾ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് കാർപ്പൻ്റർ അവിടെ നിന്നും പോകുന്നു. അന്നേരമാണ് അസോള വലിയ പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യാനായി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇതേസമയം ഗ്രാമത്തിൽ യാങ്ജി ലെക്ടറുമായി മുത്തശ്ശിയുടെ വീട്ടിൽ വരുമ്പോൾ അടുക്കളയിൽ മുത്തശ്ശി ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് അവൾ അക്കാര്യം അപ്പോൾ തന്നെ ഹോസോയെ വിളിച്ചറിയിക്കുന്നു. അസോളിനോട് സംസാരിച്ച് അവൾ പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു ഹോസോ മുത്തശ്ശിയുടെ ആ കാര്യം കേട്ട് തളർന്ന് പെട്ടെന്ന് താഴെയിരിക്കുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അസോളിന്റെ 3 മിസ് കോൾ കണ്ട് തേസോ തിരിച്ചു വിളിക്കുമ്പോൾ
നിങ്ങളുടെ മുത്തശ്ശി തലകറങ്ങി വീണെന്നും അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന നിങ്ങളുടെ അനിയനെയും കൂട്ടി ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരാൻ അവൾ പറയുന്നു. നീ ടെൻഷനാകണ്ട, എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം. കാല് നല്ലോണം മസാജ് ചെയ്, ഒന്നിനെ പറ്റിയും ഇപ്പോൾ ആലോചിക്കേണ്ട എന്ന് ഹോസോയോട് തേസോ പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് വേഗം ചെല്ലുന്നു. ജോലി കഴിഞ്ഞ് പോകാൻ തുടങ്ങുന്ന യൂണിനോട് റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് സോഹ്യൻ പറയുകയും അവൾ ആദ്യം സമ്മതിക്കുന്നില്ല എങ്കിലും പിന്നീട് അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ജെയിംസുമായി ബ്രേക്കപ്പ് ആയത് നന്നായി, കാരണം അവൻ അവൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ സമ്മതിക്കുള്ളായിരുന്നു. അവസാനം ഒറ്റപ്പെട്ടു പോകുമായിരുന്നു എന്നും അവർ പറയുന്നത് കേട്ട് നിങ്ങളുമായി ജെയിംസിന് കോണ്ടാക്റ്റ് ഉണ്ടല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ അത്ര വൃത്തികെട്ടവനൊന്നുമല്ലല്ലോ. ആ കേസിന് വേണ്ടി അവൻ ഇത്രയും നാൾക്ക് സ്വരുക്ക് കൂട്ടിയ എല്ലാ കാശും അവൻ അതിനായി ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ആ ഗസ്റ്റ് ഹൗസ്, അങ്ങോട്ടേക്ക് തന്നെ നിനക്ക് തിരിച്ചു പോയിക്കൂടെ എന്നവർ ചോദിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കാതെ എന്തൊക്കെയോ ചെയ്യുന്നു, മറ്റൊരാൾ അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പ്രശ്നമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് നീ ഈ സിറ്റുവേഷൻ സെറ്റിൽ ചെയ്യണമെന്നുണ്ട്. ഞാൻ എനിക്കറിയാവുന്ന ഒരു പ്രോപ്പർട്ടി ഓണറുമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസോൾവ്ഡ് ആക്കാമെന്ന് അവളോട് പറയുന്നു. നിങ്ങൾ എൻ്റെ അമ്മ കളിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് വന്നത്. കാരണം അവർ ഓരോ ദിവസവും നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. പക്ഷേ നിനക്ക് ഇഷ്ടമുള്ളത് വരെ ഇവിടെ നിൽക്ക്. പിന്നീട് ആ ഗസ്റ്റ് ഹൗസും നടത്തി കുറച്ചു നാൾ കഴിഞ്ഞ് ആ ഗ്രാമത്തിലേക്ക് പോകണം. അതാണ് നിന്റെ വീടെന്നും സോഹ്യൻ പറയുന്നു. അത് കേട്ട് അവൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല്, 10 കൊല്ലമായി ആ വീട് അടഞ്ഞു കിടക്കുകയാണെന്ന് അവൾ പറയുമ്പോൾ ശരി, ഞാനിവിടെ ഉള്ളപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണോ എന്ന് സോഹ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് അന്ന് ഞാനൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ കൂടെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് നിർത്താം. നമുക്ക് ഇന്നൊരു ദിവസം രണ്ടാൾക്കും കൂടി ചിലവഴിക്കാമെന്ന് പറയുമ്പോൾ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. പിന്നെയാണ് തേസോയുടെ മെസ്സേജ് യൂൺ കാണുന്നത്. സോഹ്യൻ നേരത്തെ പറഞ്ഞതൊക്കെ ഓർത്ത് പിന്നീട് യൂൺ അവളെ കാണാൻ റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ അവൾക്ക് എന്തോ സംസാരിക്കാൻ തോന്നാതെ മാറി നിൽക്കുന്നു. ബ്ലീഡിംഗ് ഇപ്പോൾ നിന്നെന്നും പേഷ്യൻറ്റിൻ്റെ പ്രായം വച്ച് സുഖപ്പെട്ടു വരാൻ സമയമെടുക്കുമെന്നും ഡോക്ടർ അവരോട് പറയുന്നു. ഇത്രയും ദൂരം കാറിൽ ട്രാവൽ ചെയ്തത് കൊണ്ട് തന്നെ ഹോസോക്കിൻ്റെ കാലിനും നല്ല വേദന വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇത് നിനക്ക് ടെൻഷനായി, കാലിന് ബലമില്ല എന്ന് തോന്നിയതാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് സുഖം പ്രാപിക്കുമെന്നും തേസോ പറയുമ്പോൾ എൻ്റെ കാര്യം മുത്തശ്ശിയോട് പറയണ്ട, അത് മുത്തശ്ശിയുടെ റിക്കവറിയെ ബാധിക്കുമെന്നും എന്നെ ഇതുവരെ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടിക്ക് ഫ്രെയിം ഫ്രീ ആയി ചെയ്തു നൽകാനും ഹോസോ പറയുന്നു. അങ്ങനെ അസോളിനെ വിളിച്ചവൻ സംസാരിക്കുമ്പോൾ അവൾ ഇപ്പോഴും ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞ് മുത്തശ്ശിയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടു കൊടുത്ത് ഹോസോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ പെൺകുട്ടി ഇപ്പോഴും ഈ ഗ്രാമത്തിൽ തന്നെയുണ്ട്. അവളെ ഞാൻ തിരിച്ച് സിയോളിൽ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും യാത്രയാകുന്നു. യൂണാണെങ്കിലും തേസോയുടെ മെസ്സേജിനായി അവിടുത്തെ കാര്യങ്ങൾ അറിയാനായി വെയിറ്റിംഗിലായിരുന്നു. സർജറി സക്സസ് ആയെന്നും മുത്തശ്ശി ഇപ്പോൾ റിക്കവറി സ്റ്റേജിലാണെന്നും തേസോയുടെ മെസ്സേജ് വരുന്നു. ആ സമയത്ത് തന്നെയാണ് തേസോയെ തൻ്റെ ഫ്രണ്ട് വിളിക്കുകയും മദ്യപിച്ച് ലെക്ക് കെട്ടിരുന്ന അവൻ പണ്ട് നിനക്ക് ബാഗിൽ നിന്നും കിട്ടിയ നെയിം കാർഡ് ആ അസോളിൻ്റെ ആയിരുന്നു എന്നും അവളുടേതാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവളെ പുറത്തു പോകാൻ വിളിക്കുകയും ഞാൻ നാണം കെടുക്കുകയും ഇല്ലായിരുന്നു എന്നും പറഞ്ഞ് അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അന്ന് സ്റ്റഡി സെന്ററിൽ ഉണ്ടായിരുന്ന ആ അസോളാണോ ഇതെന്നവൻ അവൾ വരുന്നത് നോക്കി ആലോചിക്കുന്നു. പിന്നീട് അവർ ഒരുമിച്ച് സിയോണിലേക്ക് യാത്ര തുടരുന്നു. നീ ഉറങ്ങിക്കോളൂ, ഞാൻ നിന്നെ വീട്ടിലെത്തുമ്പോൾ വിളിക്കാമെന്ന് തേസോ പറയുമ്പോൾ നിനക്കെൻ്റെ വീട് എങ്ങനെ അറിയാമെന്ന് അസോൾ ചോദിക്കുന്നു. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഫ്രെയിം എടുക്കാൻ പോയി 5 മിനിറ്റിനുള്ളിൽ വന്നില്ലേ? പോരാത്തതിന് നീയും ആ സ്റ്റഡി സെന്ററിൽ തന്നെയല്ലേ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ തേസോയ്ക്ക് തന്നെ മനസ്സിലായി എന്നും പണ്ട് ബാഗിൽ നെയിം കാർഡ് ഇട്ടിരുന്നതിനെ പറ്റിയും മനസ്സിലാക്കിയെന്നറിഞ്ഞ് അവൾ അവനോട് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിക്കുന്നു. അവിടുന്ന് ബ്രേക്ക് റൂമിലിരുന്ന് ഉറങ്ങിപ്പോയ യൂൺ എഴുന്നേറ്റ് വന്ന് സോഹ്യനെ കാണാനായി റൂമിൽ വരുമ്പോൾ അതിനകത്തു നിന്നും ജെയിംസിൻ്റെ ശബ്ദം കേട്ട് അവൾ അവിടെ സ്റ്റക്കാകുന്നു. ഞാൻ അവളെ മിസ് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നത്, പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. അവളിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് സഹിച്ചില്ല എന്നും സോഹ്യൻ ജെയിംസിനോട് സംസാരിക്കുന്നത് കേട്ട് പെട്ടെന്ന് അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. നിങ്ങളുടെ വീടിനടുത്ത് നിന്നും അടുത്ത് തന്നെയാണ് തൻ്റെ വീട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ പോയാൽ മതിയെന്ന് പറഞ്ഞത് പ്രകാരം തേസോ നേരെ വരുന്നത്
യൂണിൻ്റെ ആ ഗസ്റ്റ് ഹൗസിനടുത്തേക്കാണ്. അവനിങ്ങനെ കാറിൽ വന്നിറങ്ങുന്നതും അസോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നതെല്ലാം വിഷമിച്ച് അതുവഴി നടന്നു വന്ന യൂൺ കാണുന്നുണ്ട്. അവളിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ണാടിയിലൂടെ അസോളും ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഉറക്കക്ഷീണത്തിൽ തേസോ നടന്നു വരുമ്പോൾ അവിടെ നിന്ന് മാറാൻ യൂണിൻ്റെ മെസ്സേജ് കണ്ട് അവൻ നോക്കുന്നതും ജെയിംസ് കാറിൽ ലഗേജ് എടുത്ത് വയ്ക്കുന്നതും കാണുന്നു. അങ്ങനെ ജെയിംസിനെ നോക്കി നിൽക്കുന്ന തേസോയെ കാണിച്ച് എപ്പിസോഡ് 6 അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.